ലക്ഷദ്വീപ് പ്രഭയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപ് ചടങ്ങുകൾക്കും മുറജപത്തിനും സമാപനം. ലക്ഷദ്വീപം കണ്ടും ക്ഷേത്രദർശനം നടത്തിയതും പതിനായിരങ്ങൾ പത്മനാഭനെ വണങ്ങി. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപ് പ്രഭയിൽ അനന്തപുരി അലിഞ്ഞു ചേർന്നു. 56 ദിവസം നീണ്ടുനിന്ന മുറജപത്തിനും ഇതോടെ സമാപ്തിയായി. പത്മനാഭസ്വാമി ക്ഷേത്രം ദീപപ്രഭയിൽ അലിയുന്ന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങൾ ഉൾപ്പെടെ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തി. മൺചരാതുകൾ ക്ഷേത്രത്തിനുള്ളിൽ തെളിയിച്ചു. വിവിധ തരത്തിലുള്ള ആകർഷകമായ വൈദ്യുതി വിളക്കുകളും കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന പല ദിശകളിൽ കറങ്ങുന്ന വിളക്കുഗോപുരമായിരുന്നു മറ്റൊരു പ്രത്യേകത. പേരാണ് പ്രത്യേക പാസ് മുഖേന ലക്ഷദ്വീപ് ദിവസം ക്ഷേത്രദർശനം നടത്തിയത്. 4 നടയിലൂടെയായിരുന്നു ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം ഏർപ്പെടുത്തിയത്. തിരക്ക് കണക്കിലെടുത്ത് ലക്ഷദ്വീപം തത്സമയം കാണാൻ വലിയ സ്ക്രീനുകളും സജ്ജീകരിച്ചിരുന്നു. കനത്ത സുരക്ഷയാണ് ലക്ഷദ്വീപത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസരങ്ങളിലും ഒരുക്കിയത്. അനുഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുറജപത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ലക്ഷദ്വീപം കാണാൻ ഇനി 2031 വരെ കാത്തിരിക്കണം. ജനം, തിരുവനന്തപുരം.